മണ്ണുപുഴയുടെ കാര്യത്തിൽ മാത്രമാണ് അദാനി ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് ഡ്രഡ്ജിങ് ആണ്, മണ്ണ് നീക്കം ചെയ്യുക. രണ്ടാമത് ഈ ഒരു ട്രിപ്പ് നിർമ്മിച്ചിട്ടുള്ളതിന്റെ ടെട്രാപോഡുകൾ വെള്ളത്തിൽ നടക്കുന്നുണ്ട്, അതിലേക്ക് ബോട്ട് വന്ന് ഇരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവരിപ്പോൾ പറയുന്നത് അതിന്റെ ഓപ്പണിംഗ്, അത് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഓപ്പണിംഗ് വടക്ക് ഭാഗത്തേക്ക് മാറ്റണം, അപ്പോൾ തിര അടിക്കാതെ ഇവർക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റും. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. സാങ്കേതികമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഉള്ള ബ്രേക്ക് വാട്ടറിലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിംഗിൾ ലൈൻ ബ്രേക്ക് വാട്ടർ പ്രോസസ്സായിട്ട് വരും. അതിനകത്ത് വേറെ ലിംബിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. ഐ മീൻ ടു ലിംബ് ഔട്ട് അതുണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു പൊഴി മൊത്തത്തിൽ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് മറ്റ് മാർഗങ്ങൾ കാണുന്നു. താങ്കൾ പറഞ്ഞപ്പോഴും ഡ്രഡ്ജിങ്ങിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. ആ മണ്ണ് എവിടെയാണ് ഇടുന്നതെന്നുള്ളതാണ് നമുക്ക് പാളിപ്പോയത്. അത് കടൽ കർഷകർ കൃത്യമായി ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞപ്പോൾ അവരത് അംഗീകരിക്കുകയും ചെയ്തു. അതിനാണ് ഞാൻ പറഞ്ഞ ജിയോളജിയെയും കൂടി നമ്മൾ we will take them on board, get very valuable inputs from them. മുതലപ്പുഴി അടയ്ക്കുന്നുള്ളത് ഇപ്പോഴത്തെ ബ്രേക്ക് വാട്ടറിൽ അപകടം വരുത്തുന്ന എലമെന്റ്സിന് അടച്ച് സീൽ, എന്നിട്ട് ഇത് ഡ്രഡ്ജ് ചെയ്ത് സോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് അപകടരഹിത ഉപയോഗ യോഗ്യത. യെസ്. അല്ല, ഞാൻ പറയുന്നത് ഇതൊന്നും ഉടനെ വെള്ളായണിയിലെ വെള്ളം കടലിൽ വന്ന് കണക്ട് ചെയ്ത് അഷ്ടമുടി കായലിൽ അങ്ങനെയല്ല. ഇറ്റ് വിൽ ബിക്കം എ ടൂറിസ്റ്റ് സർക്യൂട്ട്. എനിക്ക് ഈ ജോഗ്രഫി മുഴുവൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ടൂറിസം നമുക്കിന്ന് എക്സിസ്റ്റിംഗ് നമുക്ക് റിസോഴ്സസ് എന്ന് പറയുന്നതിന് നമുക്ക് ടാപ്പിംഗ് പൊട്ടൻഷ്യൽ മുഴുവൻ നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഹിഡൻ പൊട്ടൻഷ്യലുണ്ട്. അതിനെ കൊണ്ടുവന്ന് ഓൾറെഡി ഒരു 20, 30, 40 വർഷമായിട്ട് അനുഭവിച്ച് നിങ്ങൾ കണ്ട് കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻസ് അല്ല, പേരുകൊണ്ട് അത് തന്നെയായി നിലനിൽക്കും. പക്ഷെ അനുഭവം കൊണ്ട് പുതിയ അംശങ്ങൾ ഞങ്ങൾ അതിലേക്ക് ചേർത്ത് ഇത് ലക്ഷദ്വീപിന്റെ കാര്യമായാലും കേരളത്തിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പ്രധാനമന്ത്രിയല്ലേ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത്. കേരളത്തില് പോളിംഗ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ടൂറിസം ഇന്ത്യ, ടൂറിസം ഭാരത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടൂറിസം കേരള. അതിലുണ്ടല്ല. അങ്ങനെ അദ്ദേഹം പറയണമെങ്കിൽ ഈ സ്ഥാനത്ത് അദ്ദേഹം എന്നെ കൊണ്ട് ചെന്നൊരു MOS ആയിട്ടെങ്കിലും ഇരുത്തണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പ്ലാൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അത് അദ്ദേഹത്തിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് മെത്തഡോളജി അറിയാവുന്ന ഒരു സമൂഹത്തിന്, വേറെ ബയസസ് ഒന്നും ഇല്ലാത്ത സമൂഹത്തിന് നന്മയാൽ തിരിച്ചറിയാൻ പറ്റും. അല്ല, അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഒരു ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിന് യു കനോട്ട് ബ്ലോ ഇറ്റ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ അല്ലേ. വാട്ട് എവർ ഇസ് പോസിബിൾ ടു ദ മാക്സ്. ആയല്ലോ, ആയിട്ടില്ലേ? അല്ല, എൻ്റെ അടുത്ത് നമ്മുടെ സെക്രട്ടറി കമൽ റാവു എന്നെ ഓത്ത് എഫമേഷൻ്റെ അന്ന് സത്യപ്രതിജ്ഞയുടെ അന്ന് രാത്രി എന്നെ കണ്ടപ്പോൾ പറഞ്ഞില്ല, റിംഗ് റോഡിന്റെ പ്രപ്പോസൽ ഹാസ് ബീൻ ടേക്കൺ. അല്ല, അതാ പറഞ്ഞേ. ഇനി അതെല്ലാം നൽകുന്നതിനുള്ള ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സർക്കാരിനുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മളത് പാടെ അങ്ങ് തള്ളിക്കളയാനൊക്കത്തില്ല, രാഷ്ട്രീയത്തിന്റെ പേരിൽ ചവിട്ടി താക്കാനൊക്കത്തില്ല. അതൊരു ബാധ്യതയാണ്. അത് എങ്ങനെ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിനകത്ത് എന്തെങ്കിലും സഹായമാണെങ്കിൽ. ഇപ്പം നാഷണൽ ഹൈവേയുടെ തത്വത്തിൽ എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? നാഷണൽ ഹൈവേക്ക് വേണ്ടി ഒരാൾ സ്ഥലം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 100 കിലോമീറ്റർ റോഡ് നമ്മൾ വൈഡൻ ചെയ്യാതെ വെച്ചോണ്ടിരിക്കാൻ പറ്റും? ആ കാശ് ആര് കൊടുത്തു?
അങ്ങനെ എത്രയോ ഒരാൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കാശ് കൊടുത്തു. നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഡേറ്റ എടുക്കുക. എൻ്റെ മനസ്സിലാക്കൽ 63 or 68,000 crores സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? 63 ആണോ 68 ആണോ? 63. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കമ്പൗണ്ട് കുറ്റം പറയുകയല്ല, വിമർശിക്കുകയല്ല. അവർക്ക് അതേ സാധിക്കൂ, ഇപ്പോൾ പറ്റുന്നില്ല എന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ലെറ്റർ അയച്ചത്. ആ ലെറ്റർ വായിച്ചില്ലേ നിതിൻ ഗഡ്കരിജി പാർലമെന്റിൽ? Your chief minister has informed our department that it is not possible to pay up the money we had promised. വായിച്ചില്ലേ? ഞാൻ കണ്ടോ, അതുകൊണ്ട് ഓർമ്മയെന്ന് ചോദിക്കുക, ഉറപ്പ് വരുത്തുക ഇല്ലേ? അപ്പോൾ എല്ലാം ചോദിച്ച് ഒരാളെ കൊണ്ട് പിന്നെയും പറയിച്ച് അത് ഒരു നല്ല എന്താണ് ആൾക്കാർക്ക് കേൾക്കാനൊരു സുഖമുള്ള കാര്യമല്ല. കേരളത്തെ വിമർശിക്കാനല്ല അത് പറയേണ്ടത്. അവസ്ഥയാണ്, നമ്മൾ കുറ്റം പറയുക പോലും ചെയ്യാനൊക്കത്തില്ല അവസ്ഥ. അതൊക്കെ സാധ്യമാവില്ല. റിംഗ് റോഡിൻ്റെ നടത്തിപ്പെന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നു ഒരു വാ ഫുട്ടിങ്